എന്നെ ഫസ്റ്റ് ആയിട്ട് സ്കൂളിൽ നിന്ന് ഇതുപോലെ എക്സ്കർഷൻ പോകുന്നത്. അപ്പൊ അന്ന് നമ്മള് മലമ്പുഴ, അന്ന് അതാണ് മലമ്പുഴക്ക് മലമ്പുഴ പോകുന്നത്. അപ്പൊ ഞാൻ ഇതുപോലെ പോവാൻ നേരം തലേന്ന് പിറ്റേ ദിവസം ഏർലി മോർണിംഗ് സ്കൂളിൽ പോകണം. സ്കൂളിൽ നിന്നാണ് ബസ്സിൽ നമ്മൾ പോകുന്നത്. അപ്പോൾ വാപ്പ രാത്രി കിടക്കുന്നതിന് മുന്നേ എനിക്കിപ്പോഴാണ് ആലോചിക്കുമ്പോൾ മനസ്സിലാവുന്നത്, അന്നൊന്നും മനസ്സിലായിട്ടില്ല. വാപ്പക്ക് നല്ല ടെൻഷനുണ്ട്. വാപ്പ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പം എൻ്റെ അടുത്ത് പേടിയുണ്ടോ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഫുൾ പവറിലാണ്. ആദ്യമായിട്ട് ഫുൾ മൂന്നില്ല, തേർഡിലാണല്ലേ നമ്മൾ ആദ്യം കൊണ്ടുവരുന്നത്. അപ്പം ഞാനത് ഫുൾ പവറിൽ എടുത്തിരിക്കുകയാണ്. ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. അപ്പം അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ആദ്യം അപ്പോൾ ഇറങ്ങുമ്പോൾ ഇപ്പം നമുക്ക് അന്ന് ഒത്തിരി പോക്കറ്റ് മണി ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. എന്നാലും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അപ്പോൾ എനിക്ക് ഒരു 100 രൂപ എടുത്ത് കൈ തന്നിട്ട് എന്നോട് പറഞ്ഞു, ഇത് വെച്ചോ, എന്തെങ്കിലും മേടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ. അപ്പം ഞാൻ 100 രൂപ എടുത്ത് വെച്ചു. അത് കഴിഞ്ഞ് വണ്ടി കയറി നമ്മളിങ്ങനെ സ്കൂളിൻ്റെ അടുത്തെത്താറായപ്പോൾ അപ്പോൾ ഒരു 100 രൂപയും കൂടെ തന്നു. ഇത് ആരെയും കാണിക്കണ്ട, ഇത് നീ പോക്കറ്റിൽ ഇട്ടോ, എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ മാത്രമേ ഇത് എടുക്കാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞ് നേരെ വന്ന് നമ്മുടെ സ്കൂള് ഫ്രണ്ടിലെത്തി. എല്ലാവരും ലൈനായിട്ടൊക്കെ നിൽക്കേണ്ട, പാരൻസ് എല്ലാവരും ഒരു സൈഡിൽ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ നേരെ കയറി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ബഹളമൊക്കെ വെച്ച് ബസ്സിൽ കയറി ഞാനൊരു വിൻഡോ സീറ്റിൽ ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ വിൻഡോയിലേക്ക് നോക്കുമ്പോൾ അപ്പം ഇങ്ങനെ ബസ്സിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് വിൻഡോ ഇങ്ങനെ കൈ കാണിച്ച് അപ്പം എന്നെ ഇങ്ങനെ ടാറ്റ കാണിച്ച് ആ പോയിന്റിൽ ഞാൻ പോയി. എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഞാൻ കരച്ചിലായി, ബഹളമായി. ഞാനന്ന് പോയില്ല. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്ന് നേരെ, അതായത് മറ്റേ ലഞ്ച് ബോക്സ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്ന്. അപ്പോൾ ഉമ്മ അന്ന് കുറെ കളിയാക്കി എന്നെ. അപ്പം ഞാൻ അന്ന് എൻ്റെ ഫസ്റ്റ് എക്സ്കർഷൻ അങ്ങനെയായിരുന്നു. അത് ടൂർ അത് കുളമായി. അപ്പോൾ അതും ഇതുപോലെ കഴിഞ്ഞ ദിവസം പോകാനായിട്ട് നിൽക്കുമെന്ന്. അപ്പോൾ കുറേ ദിവസമായിട്ട് ഇതിങ്ങനെ പ്ലാനിങ് വീട്ടിൽ നടക്കുന്നുണ്ട്. സ്കൂളിൽ നിന്ന് വിളിച്ച് ചോദിച്ചപ്പോൾ പെർമിഷനൊക്കെ കൊടുത്ത് 2 ദിവസം മുന്നേ എനിക്ക് ടെൻഷൻ തുടങ്ങി. ഞാനപ്പോൾ സമയനെ വിളിക്കുന്നത്, ഞാനിവിടെ ഷൂട്ടിലാണ് തൃപ്രയാറിൽ. ഞാൻ സമയനെ വിളിച്ചിട്ട് അത് പോകാറായോ, അത്രയും വലുതായോ അത്. അന്ന് സമയൻ്റെ അടുത്ത് ഞാൻ പോകാറായി. പിന്നെ 5-ലെത്തിയില്ലേ, പോകാറായില്ലേ. അപ്പോൾ എനിക്ക് ഇതുപോലെ ടെൻഷൻ. എന്നിട്ട് എൻ്റെ അടുത്ത് ആദ്യം സമയം പറഞ്ഞ കാര്യം, ഡ്രോപ്പ് ചെയ്യാൻ വരരുത്, കാര്യം ചരിത്രം ആവർത്തിക്കരുത്, ഇനി ആദ്യം വിളിച്ചോണ്ട് വരും എന്നുള്ളത് നമുക്ക് ഉറപ്പായിരുന്നു. അപ്പൊ എനിക്ക് അതിങ്ങനെ ആ ലൈഫ് സർക്കിൾ ഞാനിപ്പോൾ ആസ്വദിക്കുന്നുണ്ട്. ഇത് ഈ പാരൻസുമായിട്ടുള്ള ബോണ്ടിങ് എപ്പോഴും നമുക്ക് മനസ്സിലാവുക. ഇപ്പം പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക്, ഞാനിത് വേറെ ഇൻ്റർവ്യൂസും പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രായം കഴിയുമ്പോൾ ആൺകുട്ടികൾക്ക് എപ്പോഴും തോന്നുന്നത് നമുക്ക് ഫ്രീഡം വേണം, വീട്ടിൽ നിന്ന് ഇറങ്ങണം. പാരൻസാണ് നമുക്ക്, പാരൻസ് എഗെയിൻസ്റ്റ് ആവും നമ്മൾ, അവരെന്ത് പറഞ്ഞാലും നമ്മൾ നോ പറയും. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മളൊരു റൗണ്ട് കറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം വീട്ടിലേക്ക് തിരിച്ചു പോകണം എന്നുള്ളതാണ്. ഞാനിപ്പോൾ ആ സ്റ്റേജിലാണുള്ളത്. എനിക്ക് ആ കാര്യങ്ങൾ എനിക്ക് അതും ഉണ്ടായിക്കഴിഞ്ഞ് അതായത് അതിൻ്റെ ഡെലിവറി കഴിഞ്ഞ് വെരി ഫസ്റ്റ് മിനിറ്റ് ഞാൻ ചെയ്തത് എൻ്റെ വാപ്പാനെ പോയി കെട്ടിപ്പിടിക്കുകയാണ് ചെയ്തത്. കാര്യം ഞാൻ ഉണ്ടായ സമയത്ത് വാപ്പാക്കുണ്ടായ എക്സൈറ്റ്മെൻറ്റ് എന്താണെന്ന് ഞാൻ മനസ്സിലായത് എനിക്ക് മോനുണ്ടായപ്പോഴാണ്. അപ്പോൾ ആ ഒരു റിയലൈസേഷൻ ട്രിപ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത്. മക്കളായിട്ട് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇപ്പം വീട്ടിലുണ്ടാവുന്ന സമയത്ത് കുളിപ്പിക്കുന്നത്, മുടി കെട്ടി കൊടുക്കുന്നതൊക്കെ ആസിഫ്ക്ക് ആവുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ആ ഒരു ബോണ്ടും നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു ലൈഫൊക്കെ എങ്ങനെ പോകണം, ഈ ഒരു കുട്ടികളും കുടുംബവുമായിട്ടുള്ള ആ ഒരു വേറെ തന്നെ ഒരു ജേണി? അതും എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ വേറൊരു കമ്പാരിസണോ ഫ്രണ്ടിലൊരു എക്സാമ്പിളോ അങ്ങനെയൊന്നും നമ്മൾ ഇപ്പം ഞാനും എൻ്റെ വാപ്പായും ഉമ്മായും എൻ്റെ ബ്രദറുമായിട്ടുണ്ടായിരുന്ന ഒരു റിലേഷൻ എന്ന് പറയുമ്പോൾ കുറെ കൂടെ ഫോർമലായിരിക്കും. അങ്ങനെ പറയാം, അങ്ങനെ ഭയങ്കര ഇപ്പം എന്തായാലും ഞാനും അതും ഹയയും സമയം തമ്മിലുള്ള പോലത്തെ ഒരു ബോണ്ടിങ് ആയിരിക്കില്ല. അവിടെ കുറച്ചും കൂടെ നമുക്കറിയാം, പഴയൊരു സമയത്ത് നമ്മളുണ്ടായിരുന്നപ്പോൾ കുറച്ചും കൂടെ പേടി ഉണ്ടായിരുന്നു. ഇപ്പം അത് ഓടി വന്നിട്ട് എൻ്റെ തലക്കിട്ട് ഒരു അടി അടിച്ചിട്ട് പോയാലും ഞാൻ തമാശയിൽ എടുക്കുള്ളൂ. പക്ഷെ ആ അടി എൻ്റെ വാപ്പാക്ക് ഞാൻ കൊടുത്തിട്ടില്ലെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ട്. കുറെ കൂടെ കാഷ്വൽ ആയിരുന്നു ഫാമിലി ലൈഫും തോന്നുന്നു. പക്ഷെ അടിപൊളിയാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് ഇത് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യം ഞാൻ സമയം നമുക്ക് ഓരോ ദിവസവും കുട്ടികളായിട്ടുള്ളത് പുതിയ പുതിയ എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ സ്കൂളാണെങ്കിലും അവരെ ട്യൂഷന് ചേർക്കുന്ന കാര്യങ്ങളാണെങ്കിലും ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇവർ എക്സ്കർഷന് പോകുന്ന കാര്യങ്ങളാണ്, എല്ലാം പുതിയ പുതിയ കാര്യങ്ങളാണ്. അപ്പം നമ്മളത് ഒരുമിച്ച് എക്സ്പ്ലോർ ചെയ്യുകയാണ്. അത് ഹൈ ആയിട്ടാണെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പ് വൈബിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ഇങ്ങനെ അപ്പൊ ഇതേപോലെ സിനിമ നടനാണ് അങ്ങനത്തെ ഒരു ഇതൊക്കെ വന്ന് അതിന് ഇപ്പോഴാണ് അടുത്ത് ഡാഡനെ എന്തിനാണ് ആളുകൾ ഇത്രയും കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം എപ്പോഴും അവനുണ്ടായിരുന്നു. കാര്യം പല സ്ഥലത്ത് നമുക്ക് പോകുമ്പോൾ പ്രിഫറൻസസ് കിട്ടുന്നത് അത് കാണുന്നുണ്ട്. ആദുവിനെ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. മേ ബി സോഷ്യൽ മീഡിയയിൽ ഫോട്ടോസൊക്കെ വന്നിട്ട് അറിയാവുന്നത് കൊണ്ട്
അപ്പം ഗ്രാജുവലി ഇപ്പോൾ മേ ബി ഒരു ലാസ്റ്റ് 2 ഇയേഴ്സിലൊക്കെയാണ് അത് തിരിച്ചറിഞ്ഞതും. അപ്പം ഞാൻ അതിനൊരു പ്രിവിലേജ് ആദുവിന് കിട്ടരുത്, അങ്ങനെ ആളുകൾ ശ്രദ്ധിക്കരുത് എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. അപ്പം അത് ആദുവിന് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ ഹായ്ക്ക് എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. ബോർഡിങ്ങിലല്ലേ പഠിച്ചത്? എത്രാം ക്ലാസ് മുതൽ ബോർഡിങ്ങിൽ പോയി പഠിക്കാൻ തുടങ്ങി? ബോർഡിങ്ങിൽ ഞാനൊരു 8th 9th 10th +1 +2 ആണ്. ഇപ്പൊ പൊതുവെ നമുക്ക് ഇപ്പൊ സിനിമകളൊക്കെ കാണുമ്പോൾ ഈ ബോർഡിംഗ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഭയങ്കര എന്താ പറയുക റിച്ച് ആൻഡ് മറ്റേ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടവരാണെന്നൊക്കെ ഒരു സാധനം പൊതുവെ നമ്മൾ വെറുതെ ഇങ്ങനെ കാണാറുണ്ട്. ഞാൻ പറയാണ്. അപ്പം നിങ്ങളുടെ ബോർഡിംഗ് ലൈഫ് ശരിക്കും എങ്ങനെയാണ്? ശരിക്കും ബോർഡിംഗ് ലൈഫ് ഇങ്ങനെയൊക്കെ തന്നെയാണ്? ബോർഡിംഗ് ലൈഫ് താരേ സമീൻ പറിൽ കാണൂലേ, അതുപോലെ തന്നെയായിരുന്നു എൻ്റെ അവസ്ഥ. കാര്യം ഞാൻ എൻ്റെ വാപ്പായും ഉമ്മായും വളരെ കൊഞ്ചിച്ച് വളർത്തിയ ഒരു മകനാണ് ഞാൻ. അപ്പം എനിക്ക് ഈ പറയുന്ന പോലെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. വാപ്പ തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്നു. പൊളിറ്റിക്കലി അത്യാവശ്യം തൊടുപുഴയിൽ ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു പൊളിറ്റീഷ്യനാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ ചില കൺസിഡറേഷൻസ് എനിക്ക് കിട്ടി തുടങ്ങിയ സമയത്താണ് വാപ്പ എന്നെ ബോർഡിംഗ് സ്കൂളിലേക്ക് ആക്കിയത്. അപ്പോൾ ബോർഡിങ്ങിലായ സമയത്ത് എനിക്ക് ഒന്നും അറിയില്ല. എനിക്ക് എല്ലാം ചെയ്തു തന്നുകൊണ്ടിരുന്ന ഉമ്മയാണ്. എൻ്റെ ഷൂ ലൈസ് കെട്ടിത്തരുന്നത് മുതൽ എൻ്റെ ബട്ടൺസ് ഇട്ട് തരുന്നത് വരെ ഉമ്മയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എന്നെ ബോർഡിങ്ങിലേക്ക് പോയപ്പോൾ ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. അപ്പോൾ എനിക്ക് അനിയനുണ്ട്. അപ്പോൾ എല്ലാവരെയും പോലെ എൻ്റെ ആദ്യത്തെ ചിന്ത അനിയനോട് സ്നേഹം കൂടിയതുകൊണ്ട് എന്നെ ബോർഡിങ്ങിൽ കൊണ്ടാക്കി എന്നുള്ളതായിരുന്നു. അപ്പോൾ അത് നമ്മൾ മനസ്സിലിട്ട് വർക്ക് ചെയ്യും. പിന്നെ പക്ഷേ ഗ്രാജുവലി നമ്മൾ ഫ്രണ്ട്സായി സെറ്റിലായി. ഫ്രണ്ട്സാണ് ലോകം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു സമയമായപ്പോഴത്തേക്ക് ഞാൻ ബോർഡിങ്ങിൽ വെൽ സെറ്റിൽഡായി. ഞാൻ ഹാപ്പിയായി. പക്ഷെ ഞാൻ ഈ വാപ്പടുത്ത് ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യം, എനിക്ക് എൻ്റെ ലൈഫിൽ വാപ്പ എനിക്ക് ചെയ്തു തന്ന ഏറ്റവും നല്ല കാര്യം എന്നെ ബോർഡിംഗ് സ്കൂൾ ആക്കി എന്നുള്ളതാണ്. എഗെയിൻ ഞാൻ ആ പോയിന്റിലേക്ക് തിരിച്ചു വരുവാണ്. എനിക്ക് അന്ന് അത് മനസ്സിലായില്ല. പക്ഷെ സെൽഫ് സഫിഷ്യൻ്റ് ആയതും ഏത് അവസ്ഥയിൽ കൊണ്ടിട്ടാലും ജീവിക്കാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് ഞാൻ എത്തിയത് ഈ ബോർഡിംഗ് സ്കൂളിൽ നിന്നാണ്. എല്ലാ തരത്തിലുള്ള ഫ്രണ്ട്സും എനിക്ക് ഉണ്ടായിരുന്നു. ഒരുപാട് സ്ഥലത്തു നിന്നുള്ള, ഇപ്പം ഞാൻ പുത്തൻകുരിശിലാണ് പഠിച്ചത്. രാജർഷി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളാണ്. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു മൂവാറ്റുപുഴ, തൊടുപുഴ, ഇപ്പുറത്തേക്ക് വരുമ്പോൾ ചേർത്തല മുതൽ, ആലപ്പുഴ മുതൽ, കോട്ടയത്തു നിന്നുള്ള ആളുകൾ, ഇപ്പുറത്തേക്ക് എറണാകുളം, ആലുവ, തൃശ്ശൂർ, പാലക്കാട്, അങ്ങനെ പല പല സ്ഥലത്തു നിന്നുള്ള ആളുകൾ. ഒരു തൊടുപുഴക്കാരനായി എനിക്ക് അത്രയും ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടില്ലായിരുന്നു. എൻ്റെ ഒരു ഫ്യൂച്ചർ ഷേപ്പ് അപ്പ് ചെയ്തതിൻ്റെ അകത്ത് ബോർഡിംഗ് സ്കൂളിന് അത്രയും വലിയൊരു സ്പേസ് ഉണ്ട്. എൻ്റെ ജൂനിയർ ആയിരുന്നു അൽത്താഫ് സ്കൂളിൽ. അൽത്താഫ് ഒരു കരച്ചിൽ കുട്ടിയായിരുന്നു. എന്തിനാ കരയുന്നത്? ബോർഡിംഗ് വളരാത്തോണ്ടാണ് അറിയാത്തത്. ആ സമയത്ത് വീട്ടിൽ നിൽക്കുക എന്ന് പറയുന്നത്, നമ്മളെ ടേമിൽ ഒരു പ്രാവശ്യമാണ് വീട്ടിൽ വിടുക. പിന്നെ വീട്ടിലേക്ക് ഫോൺ വിളിക്കാൻ ആഴ്ചയിൽ 2 പ്രാവശ്യമേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് എന്തായാലും കരയും. നിങ്ങളുടെ, അതായത് എനിക്ക് അറിയാത്തോണ്ടും കൂടി ചോദിക്കണം കേട്ടോ, നിങ്ങളുടെ ലൈവ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പൊ നമ്മൾ സിനിമ കാണുമ്പോൾ 5 മണിക്ക് മറ്റേ വലിയ അലാം അടിക്കുന്നു. 5 മണിക്കല്ല, നമുക്ക് 6:30ക്കാണ് നമ്മൾ വേക്കപ്പ് കോൾ ഉണ്ടായിരുന്നത്. 6:30ക്ക് എണീക്കുക, 7 പ്രെയർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും 7:30 to 8:30 നമുക്ക് സ്റ്റഡി ടൈം ഉണ്ട്. ലൈക്ക് രാവിലത്തെ പ്രിപ്പറേഷൻ. അത് 8:30 to 8:30ക്ക് നമ്മൾ കുളിച്ച് ഫ്രഷായി 9 ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നേരെ 9:30ക്ക് സ്കൂളിലെത്തും. സ്കൂൾ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഒരു 5:30ക്ക് മുന്നേ ബോർഡിങ് തിരിച്ച് കയറുക. ഗ്രൗണ്ട് എല്ലാം കഴിഞ്ഞിട്ട് ഒരു 6 ആകുമ്പോൾ തിരിച്ച് കയറി കഴിഞ്ഞാൽ 6:30 to 8 o'clock സ്റ്റഡി ടൈം, എഗെയിൻ പ്രെയർ, പിന്നെ ഡിന്നർ, പിന്നെ ഒരു 9 to 9:45 സ്റ്റഡി ടൈം, 10 o'clock ബെഡ്. ഇതാണ് ബോർഡിംഗ് സ്കൂൾ.